വെൽക്കം ടു ഈസി മാത്സ്. ഇന്ന് നമ്മൾ ക്ലാസ് 8-ലെ സെക്കൻഡ് ചാപ്റ്ററായ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസ് ആണ് നോക്കാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് ചെക്ക് യുവർ റിസൾട്ട്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. എന്നിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മളത് ചെക്ക് ചെയ്യും. അപ്പൊ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം ക്വസ്റ്റ്യന് ആൻസർ ചെക്ക് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് ചെക്ക് യുവർ റിസൾട്ട്സ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 3x = 2x + 18. നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തായിരുന്നു തൊട്ട് മുമ്പത്തെ എക്സസൈസിൽ അല്ലേ. 3x = 2x + 18 സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനകത്തുള്ള വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അതിനകത്തുള്ള വേരിയബിൾ ഏതാണോ അതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിന് നമ്മൾ പഠിച്ചു എന്താണ്, വേരിയബിളിനെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുക, നമ്പേഴ്സിനെ എല്ലാം അനദർ സൈഡിലേക്ക് മാറ്റുക അല്ലേ. ഇപ്പൊ നോക്കുക, 3x = 2x + 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2xനെ കൂടെ 3xന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. റൈറ്റ് സൈഡിൽ കിടക്കുന്നതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാം. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ എന്തായിട്ട് മാറും, 3x - 2x = 18 എന്ന് എഴുതാം. 3x ൽ നിന്ന് 2x പോയാൽ നമുക്കറിയാം x ആണ്. x = 18. നമുക്ക് സൊല്യൂഷൻ കിട്ടി, എക്സിന്റെ വില 18 കിട്ടി. ഇത്രയും പോരാ, ചെക്ക് യുവർ റിസൾട്ട്. നമ്മളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന എക്സിന്റെ വില ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ LHS ആണ് എടുക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 3x ആണ്. നമുക്കറിയാം 3 × 18 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഇക്വൽ ടു 3 × 18 54. അപ്പോൾ നമുക്ക് LHSന്റെ വില എന്ത് കിട്ടി, 54 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് RHS ചെക്ക് ചെയ്ത് നോക്കാം. RHS എന്ന് പറയുന്നത് 2x + 18 ആണ്. എക്സിന് പകരം എന്ത് കൊടുക്കണം, 18 കൊടുക്കണം, +18. ദാറ്റ് ഈസ് ഇക്വൽ ടു 36 + 18. ദാറ്റ് ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും, 54 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതിൽ നിന്ന് LHS 54 കിട്ടി, RHS 54 കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, LHS = RHS, LHS = RHS, hence verified. എന്തെഴുതാം, hence verified. നമ്മൾ വെരിഫൈ ചെയ്തു, വെരിഫൈഡ്. മനസ്സിലായല്ലോ. അപ്പൊ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം, റൈറ്റ് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. LHS RHS ഈക്വൽ ആണെന്ന് കിട്ടുന്നെങ്കിൽ നമുക്കറിയാം നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 5t സെക്കൻഡ് ക്വസ്റ്റ്യൻ, 5t - 3 = 3t - 5. 3t - 5. നമ്മൾ ചെയ്യുന്ന പോലെ വേരിയബിളിനെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുക, നമ്പേഴ്സിനെ എല്ലാം മറ്റു സൈഡിലേക്ക് മാറ്റുക. 5t 3t ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം, -3t ആവും. ദാറ്റ് ഈസ് ഇക്വൽ ടു -5 റൈറ്റ് സൈഡിലുണ്ട്, -t ലെഫ്റ്റ് സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് -3 പോകുമ്പോൾ +3 ആയിട്ട് മാറും. സോ 5t - 3t നമുക്കറിയാം 2t ആണെന്നറിയാം. ദാറ്റ് ഈസ് ഇക്വൽ ടു -5 + 3. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ്. ഡിഫറൻസ് എടുത്ത് വലുതിന്റെ സൈൻ കൊടുക്കുക. സോ 5 ഉം 3 ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. വലിയ നമ്പറിന്റെ സൈൻ -2 അല്ലേ. സോ ഇതിൽ നിന്ന് നമുക്ക് t എന്ത് എഴുതാം, -2 / 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വൽ ടു -1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ടിയുടെ വില -1 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. 2t = -2 ആണ്. അങ്ങനെയാണെങ്കിൽ t എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ ഡിവൈഡഡ് ബൈ t യെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന നമ്പർ -2 / 2. ദാറ്റ് ഈസ് ഇക്വൽ ടു എന്ത് കിട്ടി, -1 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ചെക്ക് ആദ്യം നമ്മൾ LHS എടുത്താണ് ചെക്ക് ചെയ്യുന്നത്. LHS എന്ന് പറയുന്നത് നമുക്കറിയാം 5t - 3 ആണ്.
ടിക്ക് പകരം നമുക്ക് വില കൊടുക്കാം 5 into -1 -3 that is equal to -5 -3 that is equal to -8. നമുക്കറിയാം രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ കൊടുക്കുക. 5ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് കൊടുത്തു? നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി നമുക്ക് RHS ചെക്ക് ചെയ്ത് നോക്കാം. RHS 3t -5 3 into -1 -5 എന്ന് എഴുതാം. -3 -5 എന്ന് എഴുതാം. that is equal to -8. അവിടെ നമുക്ക് എന്ത് കിട്ടി? LHS -8 കിട്ടി, RHS -8 കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? LHS is equal to RHS എന്നാണ് കിട്ടിയത്. LHS is equal to RHS, hence verified. hence verified. വെരിഫൈ ചെയ്തു. മനസ്സിലായല്ലോ? അതാണ് സെക്കൻഡിന്റെ ആൻസർ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 5x plus 9 is equal to 5 plus 3x. വേരിയബിളിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, നമ്പറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. 5x minus 3x, 3 plus 3x ലെഫ്റ്റ് സൈഡ് വന്നപ്പോൾ -3x. റൈറ്റ് സൈഡിൽ കിടന്ന 5 എഴുതി, ലെഫ്റ്റ് സൈഡിൽ കിടന്ന +9 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -9 ആയിട്ട് മാറി. or 2x is equal to -4 or x is equal to -4 divided by 2 that is equal to -2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ആദ്യം LHS നോക്കാം. LHS implies 5x plus 9 ആണ് LHS. അതിലേക്ക് നമുക്ക് വില കൊടുക്കാം 5 into x ന് പകരം എന്ത് കൊടുക്കണം? -2 plus 9 that is equal to -10 plus 9 that is equal to -1. then RHS ചെക്ക് ചെയ്യാം. RHS implies 5 plus 3x എന്നാണ് RHS കിടക്കുന്നത്. 5 plus 3 into -2 x -2 that is equal to 5 minus 6. 3 into -2 -6 that is equal to -1. LHS ഉം RHS ഉം നമുക്ക് എന്ത് കിട്ടി? LHS is equal to RHS എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? hence verified. hence verified. മനസ്സിലായല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഫോർത്ത് ക്വസ്റ്റ്യൻ 4z plus 3 is equal to 6 plus 2z. ഇവിടുത്തെ വേരിയബിൾ z ആണ്. z-നെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, നമ്പേഴ്സിനെ എല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. 4z minus 2z is equal to 6. 3 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -3 or 2z is equal to 3 or z is equal to എന്ത് പറയാം? 3/2 എന്ന് പറയാം. z-ന്റെ വില എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക്. ആദ്യം LHS എടുക്കാം. LHS implies 4z plus 3. നമുക്കറിയാം 4 into z is 3/2 plus 3. 2 into 4 ക്യാൻസൽ ആയി പോകും. 2 കിട്ടും. 2 2s are 4. then ബാക്കി 2 into 3 6 അല്ലേ? 6 plus 3 9 എന്ന് കിട്ടി. ഇനി നമുക്ക് RHS ചെക്ക് ചെയ്ത് നോക്കാം. RHS implies 6 plus 2z that is equal to 6 plus 2 into 3/2. 2 into cancel ആയി പോകും. 6 plus 3 that is equal to 9. LHS 9 കിട്ടി, RHS 9 കിട്ടി. സോ നമുക്ക് എന്ത് എഴുതാം? LHS is equal to RHS എന്ന് എഴുതാം. LHS is equal to RHS, hence verified. hence verified. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2x minus 1 is equal to 14 minus x. ഇവിടുത്തെ വേരിയബിൾ x ആണ്. വേരിയബിളിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. 2x minus x ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ +x ആയിട്ട് മാറും. that is equal to 14 minus 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +1 ആയിട്ട് മാറും. 2x plus x എന്ന് പറയുന്നത് 3x ആണ്. 3x is equal to 15 or x is equal to 15/3 എന്ന് എഴുതാം. that is equal to 5 എന്ന് എഴുതാം. x ന്റെ വില കിട്ടി. ഇനി നമുക്ക് LHS ചെക്ക് ചെയ്യാം. LHS എടുക്കാം. 2x minus 1 that is equal to 2 into 5 minus 1 that is equal to 10 minus 1 that is equal to 9. 5 into 2 10. 10 minus 1. RHS നോക്കാം. RHS 14 minus x that is equal to 14 minus 5 that is equal to എത്ര കിട്ടും? 9. LHS എന്ത് കിട്ടി? RHS എന്ത് കിട്ടി?
9 എന്ന് കിട്ടി. അപ്പൊ എന്തെഴുതാം? LHS is equal to RHS എന്ന് എഴുതാം. ഹെൻസ് വെരിഫൈഡ്. ഹെൻസ് വെരിഫൈഡ്. മനസ്സിലായല്ലോ? ഇനി 6th ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. 8x plus 4 is equal to 3 into x plus 1 3 into x minus 1 plus 7. ഇതാണ് 6th ക്വസ്റ്റ്യൻ. ഇവിടെ ബ്രാക്കറ്റും ഒക്കെ കിടപ്പുണ്ട് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ വേരിയബിളിനെ ഒന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഇപ്പൊ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബ്രാക്കറ്റ് എക്സ്പാൻഷൻ നടത്തണം. കണ്ടല്ലോ? അപ്പം ബ്രാക്കറ്റിനകത്ത് പിന്നെ ടേംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. നോക്കാം. 8x plus 4 is equal to 3 into x minus 1 ആണ്. 3 കൊണ്ട് x minus 1നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യിക്കുക. അപ്പൊ എന്ത് വരും? 3 into x 3x 3 into minus 1 3 ഈ പ്ലസ് 7. ഇനി നോക്കാം. 8x plus 4 is equal to 3x minus 3 plus 7. നമുക്കറിയാം മൈനസ് 3യും പ്ലസ് 7ഉം ഓപ്പോസിറ്റ് സൈൻ ആണ്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുത്ത് വലുതിന്റെ സൈൻ കൊടുക്കണം. 3യും 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. വലിയ നമ്പറിന്റെ സൈൻ പോസിറ്റീവ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിളിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, നമ്പേഴ്സിനെ മറ്റൊരു സൈഡിലേക്ക്. 8x minus 3x is equal to 4 minus 4 അല്ലേ? That is equal to 5x is equal to എന്ത് കിട്ടും? 4 minus 4 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. or x ന്റെ വില എന്തായിട്ട് മാറും? or x is equal to 0/5. That is equal to എന്ത് കിട്ടും? 0 അല്ലേ? 0യെ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ എന്ത് തന്നെയാണ്? 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് 0 കിട്ടി, എക്സിന്റെ വില കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് LHS എടുക്കാം. LHS എന്താണ്? 8x plus 4 8 into 0 plus 4 ഇതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 0 plus 4 is equal to എന്തെന്ന് എഴുതാം? 4 എന്ന് എഴുതാം. ഇനി RHS ചെക്ക് ചെയ്യാം. RHS എന്ന് പറയുന്നത് 3 into x minus 1 plus 7 എന്നാണ്. നമുക്കറിയാം 3 into 0 minus 1 plus 7 എന്ന് എഴുതാം. That is equal to 3 into 0 minus 1 എന്ന് വെച്ചാൽ minus 1 ആണ്. plus 7 എന്ന് എഴുതാം. That is equal to 3 into minus 1 minus 3 plus 7. 3യും 7ഉം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഡിഫറൻസ് എടുക്കുക, വലുതിന്റെ സൈൻ കൊടുക്കുക. 4. കണ്ടല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? LHS is equal to RHS എന്ന് കിട്ടി. ഹെൻസ് വെരിഫൈഡ്. ഹെൻസ് വെരിഫൈഡ്. വെരിഫൈ ചെയ്തു എന്ന് എഴുതാം. മനസ്സിലായല്ലോ? 6ാമത്തെ ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ നോക്കുക. x is equal to 4/5 into x plus 10 അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നടത്തുക. 5 into x, x means x by 1 അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. x into 5 എന്തായിട്ട് മാറും? 5x. That is equal to 1 into this term. അതായത് 1 into 4 4 4 into x plus 10 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി, അല്ലെങ്കിൽ 4/5 കൊണ്ട് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്താലും മതി. അതിനേക്കാൾ എളുപ്പം ഫ്രാക്ഷൻ ഇട്ട് ചെയ്യുന്നതിൽ നല്ലത് ഡിനോമിനേറ്ററിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഡിവൈഡ് ചെയ്തത് ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുമെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് 5 into x 5x, 1 into 4 4 into x plus 10. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യാം. 4 into x 4x, 4 into 10 40. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് വേരിയബിളിനെ മൂവ് ചെയ്യിക്കാം, റൈറ്റ് സൈഡിലേക്ക് നമ്പേഴ്സിനെയും. 5x minus 4x is equal to 40. or x is equal to 5x ൽ നിന്ന് 4x പോയാൽ x ആണ്. that is equal to 40. നമുക്ക് x ന്റെ വില എന്ത് കിട്ടി? 40 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യാം. ചെക്ക്. ആദ്യം LHS എടുക്കാം. LHS എന്ന് പറയുന്നത് എന്തായിരുന്നു? x എന്നായിരുന്നു തന്നത്. അപ്പോൾ x ന്റെ വില നമുക്ക് എന്താണ്? ലെഫ്റ്റ് സൈഡ് 40 എന്ന് കിട്ടി. ഇനി നമുക്ക് RHS നോക്കാം. RHS എന്ന് പറയുന്നത് 4/5 into x plus 10 ആണ്. x ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 40 കൊടുക്കണം. 4/5 plus 40 plus 10 നമുക്കറിയാം. 4/5 into 40 plus 10 നമുക്കറിയാം 50 ആണല്ലേ?
5ഉം 15 കൂടെ ക്യാൻസൽ ആക്കിയാൽ 10 എന്ന് കിട്ടും. 10 into 5 ആണ് 50. സോ ബാക്കി 4 into 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. കണ്ടോ? LHS 40 കിട്ടി, RHS 40 കിട്ടി. നമുക്ക് എന്ത് എഴുതാം? LHS is equal to RHS എന്ന് എഴുതാം. Hence verified. മനസ്സിലായല്ലോ? അടുത്ത 8th ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 2x by 3 plus 1 is equal to 7x by 15 plus 3. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വേരിയബിൾ ഉള്ള ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാം, ഇല്ലേ? രണ്ടിനകത്ത് ഫ്രാക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വേരിയബിൾ ഉള്ളതിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കാം. 2x by 3 7x by 15 ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -7x by 15 എന്ന് എഴുതാം. റൈറ്റ് സൈഡിൽ 3 +1 അപ്പുറത്തോട്ട് പോകുമ്പോൾ -1 ആയിട്ട് മാറുന്നു. ഇവിടെ ഇനി നോക്കുക, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്, ഇല്ലേ? ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. നമുക്ക് എന്താക്കണം? ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കണം. നോക്കുക, അതിന് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് LCM ആണ് എടുക്കാറുള്ളത്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3ഉം 15ഉമാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, 3യുടെ മൾട്ടിപ്പിൾ ആണ് 15. സോ അതുകൊണ്ട് ഇതിന്റെ LCM എന്ന് പറയുന്നത് 15 ആണ്. മനസ്സിലായല്ലോ? 3യുടെ മൾട്ടിപ്പിൾ ആണ് 15 എന്ന് വെച്ചാൽ 3 5s are 15. അങ്ങനെ മൾട്ടിപ്പിൾസ് വരുന്ന കേസിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണോ അതായിരിക്കും ആ നമ്പറിന്റെ LCM. അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 15 ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്റേഴ്സിനെ 15 ആക്കുക. ഇത് ഓൾറെഡി 15 ആണ്. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്ററിനെ മാറ്റിയാൽ മതി. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടുമെന്ന് നോക്കുക. 3 into 5 ആണ് 15. അതുകൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ ടേം അതുപോലെ എഴുതുക, കാരണം അത് ഓൾറെഡി 15ലാണ് ഡിനോമിനേറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 1 2. ഇതെന്തായിട്ട് മാറും? ന്യൂമറേറ്റർ 10x ആകും. ഡിനോമിനേറ്റർ 15 -7x by 15 is equal to 2. നമുക്കറിയാം ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക. 10x - 7x എന്താണ്? 3x by 15 that is equal to 2. നമുക്കറിയാം 3ഉം 15ഉം മൾട്ടിപ്പിൾസ് ആണ്. 3 5s are 15. ബാക്കി എന്ത് വരും? x by 5 is equal to 2. 5നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവിഷൻ ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 5 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ x is equal to 2 into 5 എന്നാകും. that is equal to 10 എന്നാകും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. LHS എടുത്ത് ചെക്ക് ചെയ്യാം. LHS എന്ന് പറയുന്നത് 2x by 3 plus 1 എന്നാണ്. that is equal to 2 into 10. x ന് പകരം 10 കൊടുത്തു, plus 3 plus 1. that is equal to 20 by 3 plus 1. അല്ലേ? LCM എടുക്കാം. LCM എടുത്താൽ എന്ത് വരുമെന്ന് നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി. അല്ലെങ്കിൽ ഇതിനെ 1 എന്ന് പറഞ്ഞാൽ 1 by 1 ആണ്, അല്ലേ? അതിന്റെ ഡിനോമിനേറ്ററിനെ കൂടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 20 by 3 plus 1 into 3 divided by 1 into 3 എന്ന് എഴുതാം. that is equal to 20 by 3 plus 3 by 3. ഇപ്പോൾ രണ്ടിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. അതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് പരസ്പരം ആഡ് ചെയ്യുക. 23 by 3 എന്ന് എഴുതാം. ഇതാണ് LHS കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? RHS ചെക്ക് ചെയ്യാം. RHS എന്ന് പറയുന്നത് എന്താണ്? 7x by 15 plus 3, അല്ലേ? നമുക്ക് x ന് വരെ എന്ത് കൊടുക്കാം? 10 എന്ന് കൊടുക്കാം. 7 into 10 divided by 15 plus 3, അല്ലേ? സോ 70 divided by 15 plus 3 എന്ന് എഴുതാം. ഇവിടെയും അതുപോലെ തന്നെ ഡിനോമിനേറ്റർ 15 ആണ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്, ഇല്ലേ? അപ്പൊ രണ്ടിന്റെ ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. ഇതിന്റെ ഡിനോമിനേറ്ററിനെ കൂടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 70 by 15 plus 3 into 15 divided by 1 into 15 എന്ന് എഴുതാം. that is equal to 70 by 15 plus 45 by 15 എന്ന് എഴുതാം. നമുക്കറിയാം രണ്ടും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക. എത്ര കിട്ടും? 115 divided by 15 എന്ന് വരും, അല്ലേ? 3 കൊണ്ട് ക്യാൻസൽ ആക്കിയാൽ 3 5s അല്ല 5 കൊണ്ട് ക്യാൻസൽ ആക്കിയാൽ 5 3s are 15, 5 2s are 10, 5 3s are 15, അല്ലേ? 23 by 3 എന്ന് കിട്ടും.
നോക്കാം. LHS എന്ത് കിട്ടി? RHS ഈ 23/3 എന്ന് കിട്ടി. LHS RHS എന്ന് എഴുതാം. ഹെൻസ് വെരിഫൈഡ്. മനസ്സിലായല്ലോ? LCM എടുക്കാൻ ശ്രദ്ധിക്കുക. LCM എടുക്കുമ്പോൾ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അതിലെ ഗ്രേറ്റർ നമ്പർ ആയിരിക്കും അതിന്റെ LCM. കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും LCM. അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2y + 5/3 = 26/3 - y. ഇവിടുത്തെ വേരിയബിൾ y ആണ് അല്ലേ? സിംപ്ലിഫൈ ചെയ്യാം. വേരിയബിളിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 2y + y = 26/3 - 5/3 എന്ന് എഴുതാം അല്ലേ? നമുക്കറിയാം 2y + 3y എന്ന് പറയുന്നത് 2y + y 3y. ഇവിടെ രണ്ടും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 26 - 5 21 ഡിവൈഡഡ് ബൈ 3. നമുക്കറിയാം 7 3s are 21. അങ്ങനെയാണെങ്കിൽ 3y = 7 or y എന്തെന്ന് എഴുതാം? 7/3 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. LHS ആദ്യം എടുക്കുക. 2y + 5/3 that is equal to 2 × 7/3 + 5/3 എന്ന് എഴുതാം. that is equal to നമുക്ക് എന്ത് എഴുതാം? 14/3 + 5/3 എന്ന് എഴുതാം. നമുക്കറിയാം ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക. 14 + 5 19/3. ഇനി RHS ചെക്ക് ചെയ്യാം. എന്താണ് RHS എന്ന് നോക്കിയേ. 26/3 - y അല്ലേ? 26/3 - y എന്ന് പറയുന്നത് 7/3. നമുക്കറിയാം രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് സബ്ട്രാക്ട് ചെയ്യാം. 26 - 7 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 26 ൽ നിന്നും 7 പോയാൽ 19/3 അല്ലേ? 19/3. സോ രണ്ട് ഫ്രാക്ഷനും എന്ത് കിട്ടി? രണ്ട് LHS RHS എന്ത് കിട്ടി? 19/3 കിട്ടി. സോ LHS = RHS. ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ?